നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുള്ളാത്തി ചക്ക എന്ന് പറയാം കേട്ടോ. ഇത് സാധാരണ എല്ലാവരും പഴിപ്പിച്ചിട്ടായിരിക്കും കഴിക്കാറ്, പഴുത്തിട്ട് ഫ്രൂട്ടായിട്ടാണ് എല്ലാവരും കഴിക്കാറ്. പക്ഷേ ഇത് വെച്ച് നമുക്ക് നല്ല സൂപ്പറായിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ള തോരൻ വയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ അതിൻ്റെ തോലെടുത്ത് ചെത്തിക്കളയാം. തോല് കളയുന്നത് ടാസ്ക്കാണ്, കാര്യം ഭയങ്കര കട്ടിയാണ്. പക്ഷേ നമ്മൾ അത് സമയത്ത് കളയാം. അതിനുശേഷം അതിനകത്തുള്ള കുരുണ്ട്, അതിൻ്റെ സീഡ് എടുത്ത് കളയാം. സീഡ് എടുത്ത് കളഞ്ഞിട്ട് ഈ സീഡ് എന്ന് പറഞ്ഞാൽ നല്ല മൂത്തിട്ടാണെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ബ്ലാക്ക്, ഇതിൻ്റെ പൊട്ടായിട്ടുള്ള, അതായത് അധികം വിളയാത്തത് ഒരു വൈറ്റ് സീഡായിരിക്കും. അപ്പോൾ നമ്മൾ സീഡെല്ലാം കളയാം. സീഡെല്ലാം കളഞ്ഞിട്ട് കുനുകുനുകുനാ നല്ല സമയം എടുക്കും കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. കുനുകുനാ അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മളൊരു തോരൻ വെക്കാൻ പറ്റിയ ഒരു പാത്രം ഗ്യാസ് ഓൺ ചെയ്യുക. തോരൻ വെക്കാൻ പറ്റിയ പാത്രം വയ്ക്കുക. എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, കുറച്ച് പച്ചമുളക് ഇടുക. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുള്ളാത്തിയുടെ സാധനം അത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തിന് മൂടിയിട്ട് അടച്ച് വേവിക്കും. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് വേകുമ്പോൾ അത് പഞ്ഞി പോലെ അങ്ങനെ എന്താ പെട്ടെന്ന് വേവും കേട്ടോ, പഞ്ഞി പോലാവും. അതിനകത്ത് നമ്മൾ കുറച്ച് സാധാരണ എല്ലാവരും തോരൻ വെക്കുമ്പോൾ തേങ്ങ വെച്ചിട്ട് വെക്കുമല്ലോ, അങ്ങനെയാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. നമുക്ക് മസാലയൊക്കെ ഇട്ട് മുളക് പൊടി ജസ്റ്റ് അങ്ങനെ എടുക്കുന്ന നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ സാധാരണ വെക്കാറ് ഇങ്ങനെയാണ്. കുറച്ച് തേങ്ങ എടുക്കുക, കുറച്ച് വെളുത്തുള്ളി ഇടുക, പച്ചമുളക് ഇടുക, പിന്നെ കുറച്ച് ജീരകം ഇടുക. എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തുറന്നിട്ട് ഇതിനകത്ത് അതിടുക, കുറച്ച് അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വയ്ക്കുക. തീ കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. കുറച്ച് നേരം എടുക്കും, 5 മിനിറ്റ് കൊണ്ടിട്ട് മസാലയൊക്കെ അതിൽ പിടിച്ച് നല്ല സെറ്റായിട്ട് വരും. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ആരും അങ്ങനെ അധികം കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണെങ്കിലും ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.